കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDF അധികാരത്തിൽ വരുമെന്ന് ഘോരം പ്രസംഗിച്ചിരുന്ന ഒരു ചാനൽ മറുനാടൻ മലയാളിയാണ്. ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വ്യൂസിനെ കൂട്ടാനും കള്ളവാർത്തകളുമായി മറുനാടൻ മറുത വീണ്ടും എത്തുന്നു. ഷാജൻ സ്കറിയ വീണ്ടും എത്തുന്നത് വലിയ തമാശകളുമായാണ്. കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തമാശകളുമായാണ്. ആ തമാശകളിലൊന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ മലബാറിലുടനീളം LDFന് തിരിച്ചടി കിട്ടുമെന്നാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ PK ശ്യാമളയെ തോപ്പിക്കുമെന്നാണ്. അതാണ് മറുനാടൻ്റെ വലിയൊരു കണ്ടുപിടുത്തം, നല്ല കണ്ടുപിടുത്തം. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ PK ശ്യാമളയെ തോൽപ്പിക്കുമെങ്കിൽ പൊളിറ്റിക്സ് കേരള ഈ പണി നിർത്തിവെക്കും. അതുമാത്രമേ പറയാനുള്ളൂ. മറ്റൊന്ന്, കണ്ണൂരിലെ പേരാവൂരിൽ KPCC അധ്യക്ഷൻ തണ്ണി ജോസഫ് ജയിക്കുമെന്നാണ്. തണ്ണി ജോസഫ് തോൽക്കുമെന്ന് കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ സംസാരമുണ്ട്. തണ്ണി ജോസഫിനെതിരായി ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു പേരാവൂരിൽ. എന്തായാലും തണ്ണി ജോസഫ് ജയിക്കുമെന്ന് മറുനാടൻ വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ വിശ്വസിക്കട്ടെ. പക്ഷേ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ജയിക്കും എന്ന് പറഞ്ഞത് അല്പം കടന്ന കൈയായിപ്പോയി. അതിൽ നിന്നും കടന്ന കൈയാണ് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിക്കുമെന്ന് പറയുന്നത്. സന്ദീപ് വാര്യർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് മറുനാടൻ്റെ കണ്ടെത്തൽ. മറ്റൊന്ന്, കൂത്തുപറമ്പിൽ UDF ജയിക്കുമെന്നാണ് മറുനാടൻ്റെ കണ്ടെത്തൽ. നല്ല കണ്ടെത്തലാണ്. ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ UDF അണികളെ ചാനലിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മറുനാടൻ ഇങ്ങനെ പലതും പറയുന്നു, ഇങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറത്ത് 16 സീറ്റുകളും UDF നേടുമെന്നാണ് മറുനാടൻ്റെ കണ്ടെത്തൽ. നല്ല കണ്ടെത്തലാണ്. 16 നേരട്ടെ എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. മറ്റൊരു വലിയ തമാശ, കോഴിക്കോട് 13 സീറ്റുകളിൽ 10 UDF നേടുമെന്നാണ് മറുനാടൻ പറയുന്നത്. 13 സീറ്റുകളിൽ 10, അതായത് LDFന് 3 സീറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. അതും നല്ല കണ്ടെത്തലാണ്. മറുനാടൻ്റെ അഭിവാദ്യങ്ങൾ. മാനന്തവാടിയിൽ മന്ത്രി OR കേളു തോൽക്കും എന്നാണ് മറുനാടൻ്റെ കണ്ടെത്തൽ. തോൽക്കാനുള്ള സാധ്യത കുറവാണ്. OR കേളു അവിടെ നിന്ന് വിജയിക്കും. കാസർഗോഡ് കാഞ്ഞങ്ങാട് ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും, അതായത് തൃക്കരിപ്പൂർ അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളും UDF നേടുമെന്നാണ് മറുനാടൻ്റെ വിശകലനം. ഈ വിശകലനം കേട്ട് കോരിത്തരിച്ചിരിക്കുകയാണ് UDFകാർ. കഴിഞ്ഞ തവണ മറുനാടൻ പറഞ്ഞു, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ താൻ ഈ പണി നിർത്തുമെന്ന്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു, മറുനാടൻ പണിയും നിർത്തിയില്ല, വിഷം ചീറ്റി മലയാള സമൂഹത്തെ മലീമസമാക്കിക്കൊണ്ട് തുടരുകയും ചെയ്യുന്നു. ഇടയ്ക്കിടെ തല്ലും കിട്ടുന്നു. ഈ തല്ല് കിട്ടുന്നത് രാഷ്ട്രീയപരമായിട്ടല്ല കേട്ടോ, വ്യാജ വാർത്തകളുടെ പേരിലാണ് തല്ല് കിട്ടുന്നത്. എന്തായാലും മറുനാടൻ്റെ ഈ വിശകലനം പൊളിറ്റിക്സ് കേരളയ്ക്ക് പുറത്തുവിടാതിരിക്കാൻ സാധിക്കില്ല. തെക്കൻ കേരളത്തിൽ മാത്രമാണ് LDFന് ആശ്വാസം കിട്ടുക എന്നുള്ളതാണ് മറുനാടൻ പറയുന്നത്. അതിൽ തിരുവനന്തപുരം മാത്രമാണ് ആശ്വാസം കിട്ടുക, ബാക്കിയുള്ളിടത്തൊന്നും ആശ്വാസം കിട്ടില്ല. മധ്യ കേരളത്തിൻ്റെ അവസ്ഥ മറുനാടൻ പറയുന്നില്ല. എങ്കിലും ഏറ്റുമാനൂരിൽ മന്ത്രി VN ബാസ്മൻ തോൽക്കുമെന്ന തമാശയും കൂടി പറയുന്നുണ്ട്. എന്തുവെന്നാൽ UDF അണികൾക്ക് മറുനാടൻ്റെ ഈ വാർത്ത വളരെ ആവേശകരമാണ്. UDF അണികൾക്ക് ആത്മവിശ്വാസം നൽകും. കുറച്ച് വ്യൂസിനെ ഈ വാർത്തയിലൂടെ കിട്ടും. കുറേ കാലമായി മലയാള സമൂഹത്തിൽ ഇയാൾ കിടന്ന് ഒരു പുഴുവിനെ പോലെ, മലയാള സമൂഹത്തിൽ ഒരു അമേദ്യ പുഴുവിനെ പോലെ ഇയാൾ കിടന്ന് മെഴുകുന്നു. ഇയാൾക്കെതിരെ പ്രതികരിക്കാൻ
ആരുമില്ലാത്തത് കൊണ്ടാണ് ഇയാൾ ഇത്തരമുള്ള വ്യാജ വാർത്തകൾ അടിക്കുന്നത്. എന്തായാലും 2016 UDF അധികാരത്തിൽ വരുമെന്നും UDF തരംഗമാണെന്നും മറുനാടൻ പറഞ്ഞു വയ്ക്കുന്നു. അതിലെ ഏറ്റവും വലിയ ഉദാഹരണമായി മറുനാടൻ പറയുന്നത് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ജയിക്കും, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ജയിക്കും. സ്വസ്തി.